AICCയുടെ പ്രഖ്യാപനം വന്നു. അടുത്ത 5 വർഷം VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും. അപ്പം 10-11 ദിവസമായിട്ടുള്ള ഈ ഒരു നീണ്ടു നിന്ന അനിശ്ചിതത്വം ഏതാണ്ട് മാറി. പക്ഷേ രണ്ടുപേരുടെ അവസ്ഥയുണ്ടല്ലോ, അതായത് KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അവസ്ഥ എന്തായിരിക്കും? KCയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു എങ്കിലും എന്തായാലും നന്നായി. കാരണം നമ്മളുടെ കേരളത്തിലുള്ള ആൾക്കാർ ഇത്രയും ദിവസമായിട്ട് പിന്നെ ഇങ്ങനെ വല്ലാത്ത ഒരു കൺഫ്യൂഷനിലാണ്. എന്തായി തീരും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? ഈ രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ UDF 102 ഭൂരിപക്ഷം കിട്ടിയ UDF ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു. എല്ലാ കേരളത്തിലുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്കയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതിനേക്കാൾ നല്ലത് കഴിഞ്ഞ സർക്കാരിനെ ഒന്നുകൂടി ഭരണത്തിലേറ്റുകയായിരുന്നു എന്ന് ചിന്തിച്ച ആൾക്കാർ വരെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ പെട്ടെന്നല്ല ഇത്രയും ദിവസം അപ്പോൾ അവർ പുതിയൊരു ന്യായീകരണം കണ്ടെത്തി. 2021 ഏകദേശം 10-18 ദിവസം എടുത്തതിന് ശേഷമാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ കയറിയത്. ഇതല്ല ഏറ്റവും കൂടുതൽ അന്നത്തെ കാലാവസ്ഥ വ്യത്യസ്തമായിരുന്നു. അന്ന് ഇതുപോലെ പിന്നെ കാരണം UDF ഭൂരിപക്ഷം കിട്ടിയതാർക്കാ? LDFന് തന്നെയാണ്. LDFന് തന്നെ ഭൂരിപക്ഷം കിട്ടി. കാര്യം മുഖ്യമന്ത്രി അപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് തന്നെ നിൽക്കുക. അവിടെ എന്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ പിണറായി വിജയൻ എന്ത് ചെയ്തു? ഈ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു കൊടുത്ത് രാജിവെച്ച് കാവൽ മുഖ്യമന്ത്രി പോലും അല്ലാതെ അദ്ദേഹം നേരെ വാടക വീട്ടിലേക്ക് പോയി. കാരണം UDF ആണ് അധികാരമേറ്റത്. അതിനുമുമ്പ് 2016 ഇത് കാലതാമസം ഉണ്ടായില്ല. വളരെ വേഗത്തിൽ 6 ദിവസം കൊണ്ട് മറ്റോ മുഖ്യമന്ത്രി തീരുമാനിച്ചു, സത്യപ്രതിജ്ഞ നടത്തി കഴിഞ്ഞു, മന്ത്രിസഭ അധികാരം ഏറ്റു. അപ്പോൾ അതിനുശേഷം വരുന്ന മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ എപ്പോൾ കാലതാമസം ആകാം. കാരണം നിലവിൽ ഇവരൊക്കെ തന്നെ ആയിരിക്കും. മുഖ്യമന്ത്രിയിൽ മാറ്റം വരുന്നില്ല. പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. മന്ത്രിമാരുടെ കാര്യത്തിൽ മാത്രമേ ചെറിയ മാറ്റം വരുന്നുള്ളൂ. സോ ഇത്തിരി കാലതാമസം എടുത്തു. തന്നെയല്ല കോവിഡിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും സ്വാഭാവികമായിട്ട് പുതിയൊരു മന്ത്രിസഭ അധികാരത്തിലേൽക്കുമ്പോൾ ഒരു 5-10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു മുന്നണി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പോലെ കുറെ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മുന്നണിക്കകത്തോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ എങ്ങനെ ആയിരിക്കണം തങ്ങളുടെ വിജയത്തെ അല്ലെങ്കിൽ നേതൃത്വത്തെ അംഗീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു മുന്നൊരുക്കങ്ങളും സത്യത്തിൽ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം എല്ലാവർക്കും അത് സംബന്ധിച്ചുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക്, പിന്നെ KC വേണുഗോപാലിന്, VD സതീശന് എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങളായിരിക്കും മുഖ്യമന്ത്രിയാവാൻ പോവുക എന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് തുടക്കം തന്നെ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VD സതീശനായി, ഓക്കെ, കാര്യം ശരിയാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം ഈ പറയുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണിയെ കേരളത്തിൽ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാം വഴിമരുന്നിട്ടതും ഈ പറയുന്ന VD സതീശനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. സോ VD സതീശൻ തന്നെയാണ് അതിന് അർഹനായ ഒരു വ്യക്തി. എന്നാൽ നമ്മൾ ഇപ്പുറത്തോട്ട് നിന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളിന് VD സതീശനെ കാട്ടി 3 വയസ്സ് പ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇതിനു മുൻപ് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു, വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി MLA-മാരുടെ ഒക്കെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. കഴിഞ്ഞ 2021 വീണ്ടും പ്രതിപക്ഷ നേതാവായി. എന്നാൽ രമേശ് ചെന്നിത്തല അവിടെ വെച്ച് തേച്ചിട്ട് നിർദ്ദേശപ്രകാരം പിന്നെ ഇദ്ദേഹത്തെ VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ ശരിക്കും സീനിയോറിറ്റി ആണ് ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണിക്കപ്പെടേണ്ട ഒരാളുടെ പേര് രമേശ് ചെന്നിത്തല എന്ന പേര് തന്നെയായിരുന്നു. ഇപ്പൊ അദ്ദേഹം പിന്നെ ഇവിടുത്തെ നിയമസഭാ കക്ഷി യോഗത്തിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ചെന്നിത്തല നാട് വിട്ടുപോയി, അല്ല വീട് വിട്ടുപോയി എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ വഴുതക്കാടുള്ള വീട്ടില് അദ്ദേഹത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ നിരന്നിരിക്കുന്നു. അദ്ദേഹം പിന്നിലത്തെ വഴിയിലൂടെ അദ്ദേഹം മുങ്ങി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന് മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ KC വേണുഗോപാൽ കുറച്ചുകൂടെ മിതത്വം കാണിച്ച് KC വേണുഗോപാൽ കൃത്യമായി മാധ്യമങ്ങളെ കാണുകയും സന്തോഷം പങ്കുവെക്കുകയും VD സതീശന് വേണ്ട എല്ലാ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. VD സതീശൻ സഫർ ചെയ്തും, എന്നാൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ പറഞ്ഞത്, ഞാൻ ഇവിടെ പാർട്ടിയെയും UDF-നെയും ഒരു ഐക്യത്തോടു കൂടി ഭരണത്തിലേറ്റാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോൾ KC വേണുഗോപാൽ ശ്രമിച്ചത് കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വളർത്താനാണ് എന്ന് പറയുന്ന വലിയ കുറ്റകരമായ KC വേണുഗോപാലിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു ആരോപണമാക്കി തന്നെ VD സതീശൻ ഇത് AICC മുൻപാകെ അവതരിപ്പിച്ചത് ഏതെങ്കിലും ഒരു ചാനലിന് മുമ്പിൽ ഇരുന്നിട്ടല്ല, അല്ലെങ്കിൽ കേരളത്തിലെ KPCC-യിലല്ല, AICC-യുടെ മുന്നിൽ. ഒരുപക്ഷെ നാളെ AICC അധ്യക്ഷനായി
വന്നേക്കാവുന്ന ഒരു നേതാവിനെ കുറിച്ചിട്ടാണ് AICC മല്ലികാർജ്ജുൻ ഖാർഗെ എടുക്കലും ചെയർപേഴ്സൺ ആയിട്ടുള്ള അദ്ദേഹത്തിന് എടുക്കലും പിന്നെ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരുടെ കുടുംബക്കാരുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. അപ്പൊ അത് ഒരു കാരണവശാലും KC വേണുഗോപാലിനെ മറക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം അദ്ദേഹം എന്താ ചെയ്യേണ്ടിരുന്നത്? സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന, അല്ലെങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പോസ്റ്റ് ഒന്നുമല്ല. ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് വൈരങ്ങളെ ഒഴിവാക്കുക, അത്തരം ഗ്രൂപ്പ് പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട സമീപനങ്ങൾ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് കളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? VD സതീശനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാലിൽ നിന്ന് മറക്കാൻ പറ്റുമോ? ഈ ഒരു ആരോപണം VD സതീശൻ ഉയർത്തിയതിനെ കുറിച്ച് മറക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പുണ്യം ചെയ്ത ജന്മമാണ് VD സതീശൻ, ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണയുണ്ടാവും, എങ്ങനെയും സർക്കാർ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന രീതിയുണ്ട്. എന്നാൽ ഈ VD സതീശൻ അവിടെ മാത്രം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ VD സതീശനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രാദേശികമായി കുറച്ചധികം സതീശനോടുള്ള ആനുകൂല്യമുണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം ആൾക്കാരുടെ, പുതിയ വോട്ടേഴ്സിന്റെ അടക്കം പൊതുജനത്തിന്റെ ഒരു താല്പര്യം VD സതീശനോട് ഉണ്ട്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോഴും ഈ പറയുന്ന 146 MLA-മാരുണ്ട്. അതായത് ഇപ്പൊ KC വേണുഗോപാലിന്റെ ആൾക്കാരാണ്. ഈ പറയുന്ന ആൾക്കാരെല്ലാം KCക്ക് അനുകൂലമാണ്, VDക്ക് എതിരുമാണ്. KCക്ക് അനുകൂലമായി നിൽക്കുന്നവരെല്ലാം സ്വാഭാവികമായിട്ടും VD സതീശനെതിരായിരിക്കുമല്ലോ. അപ്പം സഭയിലോ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ 46 MLA-മാര് എതിർത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നൊരു പേര് ദോഷം കൂടി അതിനകത്തുണ്ടാവും. ഈ 46 പേര് ആർക്കോ പോവാം? KCക്ക് പോവാം. എന്നാൽ മോറോവർ അതിനേക്കാൾ ഉപരിയായി നമ്മൾ ചിന്തിക്കുമ്പോൾ യുവാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആർക്കൊപ്പം നിൽക്കും? അതായത് കോൺഗ്രസിനുള്ളിലെ യുവാക്കളുടെ കാര്യം ആർക്കൊപ്പം നിൽക്കും? ഷാഫി പറമ്പിലിന്റെ കൂടെ നിൽക്കും. ഷാഫി പറമ്പിൽ ആരുടെ കൂടെ നിൽക്കുന്നത്? രാഹുലിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പം ഇവരടങ്ങുന്ന ഒരു ഉപജാപക വൃന്ദമുണ്ട്. ഇവർ രണ്ടുപേരും ആരുടെ കൂടെ നിൽക്കുന്നത്? KC വേണുഗോപാലിന്റെ ഒപ്പം നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന കഴിഞ്ഞ KPCC അധ്യക്ഷൻ ആർക്കൊപ്പം നിൽക്കുന്നത്? KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തല പ്രത്യേകം ഒരു ബ്ലോക്കായി മാറി നിൽക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു 5-6 പേരും ചേർന്നിട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ടാക്കി വേറൊരു ഗ്രൂപ്പായി നിൽക്കുന്നു. അപ്പൊ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ KC വേണുഗോപാലില് പിന്നെ ഈ പറയുന്ന MLA-മാരുടെ എണ്ണം കൊണ്ടാണെങ്കിലും ഔദ്യോഗിക പക്ഷം കൊണ്ടാണെങ്കിലും യൂത്തന്മാരുടെ താല്പര്യമാണെങ്കിലും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ KC വേണുഗോപാലാണ് കളം നിറഞ്ഞു നിൽക്കുന്നത്. OJ ജനീഷ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ആരുടെ പക്ഷമാണ്? KC വേണുഗോപാലാണ് അവനെ കൊണ്ട് നടക്കിയത്. KSUവിന്റെ നേതാവ്, സംസ്ഥാന അധ്യക്ഷൻ, അത് ആരുടെ പക്ഷമാ? എന്തുവാ? അലോഷ്യസ് സേവ്യർ ആരുടെ പക്ഷമാ? KCയുടെ പക്ഷമാണ് അല്ലേ? നമ്മൾ നോക്കി പിന്നെ KSU KCയുടെ കയ്യില്, യൂത്ത് കോൺഗ്രസ് KCയുടെ കയ്യില്, ഷാഫി പറമ്പില് KCയുടെ കയ്യില്, MP-മാരെല്ലാം പിന്നെ ഇയാളുടെ കയ്യില്, KCയുടെ കയ്യില്, രാഹുൽ മാങ്കൂട്ടത്തില് KCയുടെ കയ്യില്, പിന്നെ KPCC-യിലെ ഈ സണ്ണി വക്കീല് ആരുടെ കയ്യില്? അദ്ദേഹം ആ ക്ലച്ചസിലാണ്. സണ്ണി വക്കീല് ശരിക്കും KCയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കും. എല്ലാരെയും വാരിക്കൂട്ടി പറക്കിക്കൂട്ടി ഒരുമിച്ച് നിർത്തിയിട്ട് ഇപ്പൊ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യമാ അല്ലെ? സത്യത്തില് പറഞ്ഞു കഴിഞ്ഞാൽ KC ഇതിനു വേണ്ടി നല്ല ഗ്രൗണ്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന MLA-മാരെയും KPCC അധ്യക്ഷൻ സണ്ണി വക്കീല് വരെ KCയുടെ പക്ഷമാ. ഇവരെ എല്ലാം തടുത്തു കൂട്ടിക്കൊണ്ട് നല്ലപോലെ ഒരു വർക്കിന് പരിശ്രമിച്ച, പക്ഷെ ഇവിടെ പാളിപ്പോയി. അതിലും വലിയ വർക്ക് സതീശൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സതീശൻ ചെയ്ത വർക്ക് എങ്ങനെയാ? സതീശന്റെ വർക്ക് ഈ കേരളത്തില് അങ്ങോളം ഇങ്ങോളം UDF-നെ മുന്നിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്യേണ്ട പണിയാണ് പിന്നെ VD സതീശൻ കാണിച്ചത്. പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് VD ഭാഗത്ത് ഉണ്ടായത്. അല്ലാതെ അവിടെ പിന്നെ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക. കാര്യം അവരുടെ അടുക്കുന്ന ഭൂരിപക്ഷ സംഘടനകൾ, അതായത് ഹൈന്ദവ പിന്നെ സാമുദായിക സംഘടനകൾ പിന്നിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ അജണ്ട ഉപയോഗിച്ച് അവിടെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ VD സതീശന് കഴിഞ്ഞു. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ പറയാൻ പറ്റുമോ ആ രീതിയിലെല്ലാം VD സതീശൻ കനത്ത പ്രചരണമാണ് നടത്തിയത്. അപ്പൊ ശക്തമായ ഒരു പ്രചരണം നടത്തി VD സതീശൻ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ക്രോഡീകരിച്ചു. എന്നിട്ട് ലീഗിന് ഒപ്പം നിന്നു. ജമാഅത്ത് ഇസ്ലാമിയോട് വേണ്ടെന്ന് പറഞ്ഞില്ല. എല്ലാവരും ആലോചിച്ച് നോക്കൂ. ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു, പിന്നെ ലീഗ് ഉണ്ടായിരുന്നു, അതുപോലെ സമസ്ത ഇവർക്കൊപ്പം ചേർന്നു. സമസ്തയിലെ ഒരു വിഭാഗം, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ന്യൂനപക്ഷ ഏകീകരണം ശരിക്കും VD സതീശനെ കൊണ്ട് കഴിഞ്ഞു. അത് സതീശൻ ചെയ്ത കേരളത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ്. KC വേണുഗോപാൽ അങ്ങനല്ല ചെയ്തത്. KC വേണുഗോപാൽ പാർട്ടി വിജയിക്കാൻ വേണ്ടല്ല ചെയ്തത്.
കോൺഗ്രസ് ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ അലക്കുന്നുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക് തനിക്ക് നേതൃസ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തനിക്ക് ആരെയൊക്കെ ചൂണ്ടയിടാൻ പറ്റുമോ അവരെ എല്ലാം കൃത്യമായി ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ കെ സി വേണുഗോപാൽ വിജയിച്ചു. പിന്നെ പുള്ളി ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ചു, ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചു. ഇവിടെ കെ സി വേണുഗോപാൽ ഇതിനകത്തിലെ പ്രവർത്തകരെ MLA-മാരെ ഇറക്കി കളിക്കാൻ തീരുമാനിച്ചു, അതിലും വിജയിച്ചു. രണ്ടുപേരും രണ്ട് തലത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഔദ്യോഗികമായി വിജയിച്ചു നിൽക്കുന്ന ഒരാൾ കെ സി ആണെന്ന് പറയേണ്ടി വരും, ഔദ്യോഗിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ. കാരണം പുള്ളി ഇതിനെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. ഇനിയും എനിക്ക് തോന്നുന്നില്ല വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് നിയമസഭയ്ക്കുള്ളിൽ മനസമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുമെന്നോ കൃത്യമായി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്നോ ഒന്നും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. കാര്യം ഉമ്മൻചാണ്ടി 2016 വരെ നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതും മുഖ്യമന്ത്രിക്കെതിരായി ഏറ്റവും കൂടുതൽ പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ള ഒരു നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ്. ആ വി ഡി സതീശനെതിരായിട്ട് തന്നെയാണ് ചാണ്ടിയുമ്മ നിൽക്കുന്നത്. ചാണ്ടിയുമ്മ കെ സി പക്ഷക്കാരനാണ്. അപ്പൊ ഈ പറയുന്ന പി സി വിഷ്ണുനാഥ് അടക്കമുള്ള കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരല്ല ഇപ്പൊ കെ സിയുടെ പക്ഷമാണ്. കെ സിയുടെ പക്ഷം നിന്നേ മതിയാവും. കാരണം AICC എന്ന് പറയുന്ന ഇവരുടെ പരമോന്നത നീതിപീഠം എന്ന് തന്നെ പറയേണ്ടി വരും. അത് കെ സിയുടെ കയ്യിലായിരിക്കുന്നത്. കെ സി പറയുന്നതിനപ്പുറത്തേക്ക് അവർ ചലിക്കില്ല. അപ്പം ഇതൊക്കെ കൊണ്ട് കെ സി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടായത് കെ സിയുടെ പരാജയമല്ല, വി ഡി സതീശൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു വലിയ പോസ്റ്റിലേക്കാണ് വി ഡി സതീശൻ പോകുന്നത്. ഇവിടെ കേരളത്തിൽ സംഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം, പിന്നെ സാധാരണക്കാരുടെ പെൻഷൻ അടക്കം, സ്ത്രീകളുടെ നാളെ മുതലെന്തോ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേമ വികസന പദ്ധതികളെല്ലാം വളരെ ഊർജ്ജസ്വലമായി നടപ്പിലാക്കേണ്ട ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തമാണ് വി ഡി സതീശന്റെ മേലേക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ ആരൊക്കെ തുരങ്കം വെക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ശരിക്കും രമേശ് ചെന്നിത്തല ശരിക്കും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഊഹിക്കേണ്ടി വരും. കെ സി വേണുഗോപാൽ എപ്പോൾ തുടങ്ങും? കാര്യം കെ സി വേണുഗോപാൽ, ഷാഫി പറമ്പിൽ, OJ ജനീഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ നാലെണ്ണം ഒത്തുകൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് എന്തായാലും പകയുണ്ട്. പുള്ളിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയും ഇത്തവണ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന തനിക്ക് അതില്ലാതെ ആ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയ ഒരാൾ ഈ വി ഡി സതീശനാണ് എന്നുള്ള തോന്നൽ ഇപ്പോഴും രാഹുലിന്റെ ഉള്ളിലുണ്ട്. അത് പകയായി പുറത്തേക്ക് വരും. അത് നമ്മൾ കണ്ട കാലം അത്രയും ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചില സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പരിശ്രമങ്ങൾ വെറുതെ ഒന്നുമല്ല, അതിനെയും തുടരും. ആ തുടരുന്നതോടുകൂടി വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് എത്ര ഭംഗിയായി കേരളത്തെ ഭരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടി വരും.